സബ്വേർട്ടിംഗ് എക്സ്പെക്റ്റേഷൻസ്. ഈ ഒരു നരേറ്റീവ് ടെക്നിക്ക് നമ്മുടെ ദൃശ്യം 3 ഡയറക്ടർ ജീത്തു ജോസഫിന് നന്നായിട്ട് അറിയാം. അതായത് ഈ സിനിമയ്ക്കകത്തുള്ളൊരു കഥാതന്തു നമ്മുടെ അനു എന്ന ക്യാരക്ടർ, അനു ആണോ അഞ്ജു ആണോ, ഓക്കെ, അവരാണ് നമ്മുടെ ദൃശ്യം 1 വരുൺ പ്രഭാകരനെ കൊല്ലുന്നത്. അതിനുശേഷം അവർക്ക് കുറച്ച് സൈക്കോളജിക്കൽ ആങ്സൈറ്റി, എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങളും അത് മാറാൻ വേണ്ടി അവരൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതും ഈ സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു നരേറ്റീവാണ്. ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ മാരേജ് മാർക്കറ്റിൽ കുറച്ച് വീക്കാണ് എന്നുള്ളൊരു അസംഷൻ നമ്മൾ ഈ ഒരു കഥാ നരേറ്റീവിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ഇവിടുത്തെ ഡയറക്ടർ ബ്രില്യൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കുറവുകളും കുറച്ച് പ്രശ്നങ്ങളും ഉള്ള ക്യാരക്ടറെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായ ഫാമിലിയാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഫാമിലി എന്നുള്ളൊരു നരേറ്റീവും അവർ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെവിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള ഒരു മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ മോഹൻലാലും ഫാമിലിയും, ജോർജ് കുട്ടിയും ഫാമിലിയും തയ്യാറാകുന്നു. ഈ ഒരു കഥാതന്തു ഒരു സാധാരണ ഒരു മൂവി ഗോവർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റോറി ലിസണർ എന്ന നിലയ്ക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കഥയിൽ ഓൾറെഡി ഇതുപോലെ ഒരു ഫാമിലി ഡൈനാമിക്സും ഈഗോ ഇഷ്യൂവും എക്സ്പെക്റ്റേഷനും, അതായത് മാരേജ് എക്സ്പെക്റ്റേഷനും ഉണ്ടല്ലോ. സോ ബേസിക്കലി ഈ ഒരു കഥയിൽ ഓൾറെഡി ഉള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മുടെ ജീത്തു ജോസഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മേലെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ബട്ട് ദിസ് ഷോസ് the writer's brilliant execution of subverting expectation. Hats off to the director. What he has pulled off is something highly should be regarded. I mean, I have seen this kind of techniques in Hollywood movies, but here in Kerala, hats off to Jeetu Joseph. I highly appreciate. He's a master in writing. All the credits goes to Jeetu Joseph for this film. Brilliant. Keep it up.